KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കുവൈത്തിൽ പുതുചരിത്രം രചിച്ച് ICF ഹുബ്ബുർ റസൂൽ സമ്മേളനം ജനുവരി 1-ന്. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കലാലയം പ്രഭാഷണ പരിശീലന ക്യാമ്പ് സമാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ 12 കേന്ദ്രങ്ങളിൽ SYS ഇലക്ഷൻ ശില്പശാല തിരഞ്ഞെടുപ്പ് നയനിലപാടുകൾ ചർച്ചയാകും. മുഹറം സമ്മേളനം മലപ്പുറം സ്വലാത്ത് നഗറിൽ വിപുലമായ ഒരുക്കങ്ങൾ. BCCI ആസ്ഥാനത്തേക്ക് ശിവസേന പ്രതിഷേധം, PCBയുമായുള്ള ചർച്ച റദ്ദാക്കി. ഗോവധ നിരോധനം വേണ്ടെന്ന BJP സംസ്ഥാന നേതൃത്വം. മുംബൈയിൽ ചാവക്കാട്ടുകാരന് മർദ്ദനം, പോലീസിനെതിരെ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികൾ. തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ നടപടി ഉറപ്പ്, DGP TP സെൻകുമാർ. കാട്ടാനകളിൽ ഗർഭനിരോധനം നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ജമ്മു കാശ്മീരിൽ പശുവിനെ കൊന്നുവെന്നാരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. ഫേസ്ബുക്കിലൂടെ വിവാദ പരാമർശം നടത്തിയ ചെറിയാൻ ഫിലിപ്പ് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് തന്നെയാണെന്നും മാപ്പ് പറയില്ലെന്നും ചെറിയാൻ ഫിലിപ്പ്. വാർത്തകൾ വിശദമായി. ഗോവധ നിരോധനത്തിൽ നിലപാട് വ്യക്തമാക്കി BJP സംസ്ഥാന നേതൃത്വം. ഗോവധ നിരോധനം വേണമെന്ന കാര്യത്തിൽ യോജിപ്പില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ പറഞ്ഞു. പശുവിറച്ചി കഴിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ്, അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ മോദി സർക്കാരിനെ താറടിച്ചു കാണിക്കുന്നതിനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. PP മുകുന്ദനെ BJPയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഒരു ആലോചനയുമില്ല. BJPയെ കോൺഗ്രസിന്റെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിച്ചയാളാണ് അദ്ദേഹം. മുകുന്ദന്റെ ആഗ്രഹം നടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ പശുവിനെ കൊന്നുവെന്നാരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന ബന്ദിനിടെ കാശ്മീരിൽ സംഘർഷം. പ്രതിഷേധക്കാരും പോലീസും വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടി. ഹുറിയത്ത് കോൺഫറൻസും വിവിധ സംഘടനകളുമാണ് ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത്. കനത്ത സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ യാസീൻ മാലിക്, സയ്യിദ് അലി ഗീലാനി, ഷബീർ ഷാ എന്നീ വിഘടനവാദി നേതാക്കളെ പോലീസ് വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഷാഹിദ് അഹമ്മദിന്റെ ഖബറടക്കത്തിനിടെയും സംഘർഷമുണ്ടായി. 3 പശുക്കളുടെ ജഡം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 9-നായിരുന്നു ഷാഹിദിനും കൂട്ടുകാർക്കും നേരെ അക്രമികൾ പെട്രോൾ ബോംബെറിഞ്ഞത്. ഇന്നലെയായിരുന്നു ഇയാൾ മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് 24 മണിക്കൂർ ബന്ദിനാണ് പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തെരുവുനായ പ്രശ്നം മനുഷ്യാവകാശ കമ്മീഷൻ DGPയോട് വിശദീകരണം തേടി. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് സർക്കുലർ ഇറക്കിയതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ DGPക്ക് നിർദ്ദേശം നൽകി. നവംബർ 30-നകം വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് JB കോശിയുടെ നിർദ്ദേശം. കേസ് ഡിസംബർ 7-ന് പരിഗണിക്കും. സ്റ്റേ ഡോഗ് ഫ്രീ മൂവ്മെന്റിനു വേണ്ടി ചെയർമാൻ കൊച്ചോസഫി ചിറ്റിലപ്പള്ളി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഭരണാധികാരികളുടെ അനാസ്ഥയാണ് തെരുവുനായ്ക്കളുടെ വർധനയ്ക്ക് കാരണമെന്ന് ജസ്റ്റിസ് കോശി വ്യക്തമാക്കി. സാധാരണക്കാർക്ക് നായശല്യം കാരണം വഴി നടക്കാനാവുന്നില്ല. അങ്കണവാടികളിൽ പോലും കുട്ടികൾക്ക് നായ്ക്കളെ പേടിക്കാതെ ജീവിക്കാനാവുന്നില്ല. അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ പരാതിയിൽ പോലീസ് മേധാവി എങ്ങനെയാണ് സർക്കുലർ അയച്ചതെന്ന് കമ്മീഷൻ ചോദിച്ചു. ബോർഡിന്റെ ആവശ്യങ്ങൾ 2006-ൽ കേരള ഹൈക്കോടതി തള്ളിയതാണ്. 2014-ൽ കമ്മീഷനും ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. ആക്രമണകാരികളല്ലാത്ത തെരുവുനായ്ക്കളെ കൊല്ലേണ്ടതില്ല. കൊന്നത് ഏതുതരം നായയാണെന്ന് തീരുമാനിക്കേണ്ടത് അതത് സ്റ്റേഷൻ ഹൌസ് ഓഫീസറാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 429-ാം വകുപ്പിൽ നായ്ക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ലെന്നും നടപടിക്രമത്തിൽ പറയുന്നു. ഈ വിഷയത്തിൽ 2014 സെപ്റ്റംബർ 4-ന് കമ്മീഷൻ പാസാക്കിയ നടപടിക്രമം നടപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ സർക്കാർ അറിയിക്കണം. വഴിനീളെ ഭക്ഷണം നൽകി തെരുവുനായ്ക്കളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുക. പേവിഷയബാധയുണ്ടെന്ന് സംശയിക്കുന്ന മൃഗങ്ങളെ ഉടൻ കൊല്ലുക. അല്ലാത്തവയെ വന്ധ്യംകരിച്ച്
സംരക്ഷണ കേന്ദ്രത്തിലാക്കുക തുടങ്ങിയവയായിരുന്നു നടപടിക്രമത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്ന ബോർഡുകൾക്കും ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് JB കോശി പറഞ്ഞു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. തെരുവുനായ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി DGP TP സെൻകുമാർ തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർവകക്ഷി യോഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നിയമപരമല്ല, അതുകൊണ്ട് അത് നടപ്പിലാക്കാനാകില്ല. പോലീസിന് നിയമവും ഭരണഘടനയും അനുസരിച്ച് പ്രവർത്തിക്കാനാകൂ. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് വ്യക്തമായ മറുപടി നൽകുമെന്നും DGP അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സുരക്ഷയൊരുക്കാനായി 19 കമ്പനി കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ശിവസേനയുടെ പ്രതിഷേധത്തെ തുടർന്ന് BCCIയും പാക് ക്രിക്കറ്റ് ബോർഡുമായി നടത്താനിരുന്ന ചർച്ച റദ്ദാക്കി. BCCI പ്രസിഡന്റ് ശശാക് മനോഹറിന്റെ ക്ഷണപ്രകാരമാണ് പാക് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് ഷഹരിയാർ ഖാൻ ചർച്ചയ്ക്കെത്തിയത്. രാവിലെ 10 മണിയോടെ സ്ഥലത്തെത്തിയ ശിവസേന പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി. തുടർന്ന് പോലീസ് സംഘം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ക്രിക്കറ്റിലെ തീരുമാനങ്ങളെടുക്കാൻ BCCIയെ അനുവദിക്കണമെന്ന് IPL ചെയർമാൻ രാജീവ് ശുക്ല പറഞ്ഞു. The cricket matter should only be decided by the BCCI. So BCCI is already working on it. BCCI never compromised with the national interest. So jumping on the conclusion what would happen after the discussion with PCB, I think this kind of demonstration. ചെറിയാൻ ഫിലിപ്പിന്റെ വിവാദമായ ഫേസ്ബുക്ക് പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പരാമർശം അങ്ങേയറ്റം മോശമായിപ്പോയി. പ്രസ്താവന വേദനാജനകവും നിർഭാഗ്യകരവുമാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് തന്റെ പഴയകാല സുഹൃത്തിനോട് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പിന്റെ പ്രസ്താവന ന്യായീകരിച്ച കോടിയേരിയുടെ നിലപാട് ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ അതിനേക്കാൾ വേദനിപ്പിച്ചത് ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ ന്യായീകരിക്കാൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ്. അദ്ദേഹം അത് പിൻവലിക്കണം. അദ്ദേഹം പിൻവലിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അതിന് കടുത്ത വില നൽകേണ്ടി വരും. കാരണം ചെറിയാൻ ഫിലിപ്പിനേക്കാൾ കൂടിയ അപമാനമാണ് സ്ത്രീ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ ആ ന്യായീകരണത്തിലൂടെ വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഫേസ്ബുക്കിലൂടെ ചെറിയാൻ ഫിലിപ്പ് ഉടുപ്പഴിച്ച സ്ത്രീകൾക്ക് മുമ്പ് കോൺഗ്രസ് സീറ്റ് നൽകിയെന്ന വിവാദ പരാമർശം നടത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് വിമതർ പിന്മാറണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. പിന്മാറാനുള്ള അവസരമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർ ടിക്കറ്റ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് താൻ എഴുതിയതു തന്നെയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ഇക്കാര്യത്തിൽ കൂടുതൽ വിവാദത്തിനോ മാപ്പ് പറയാനോ ഇല്ല. താൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല. അങ്ങനെ ചിലർ പറഞ്ഞപ്പോൾ തന്നെ താൻ വിശദീകരണം നൽകിയതാണ്. ഫേസ്ബുക്ക് പരാമർശം അത്ര ഗൌരവത്തിൽ ഉള്ളതായിരുന്നില്ല. അത് വിവാദമാക്കിയവരാണ് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിച്ചത്. ജീവിതത്തിൽ എന്തു നഷ്ടം വന്നാലും സത്യം പറയാൻ താൻ മടിക്കില്ല. തന്റെ നാവടപ്പിക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ലെന്നും ചെറിയാൻ പറഞ്ഞു. കാട്ടാനകളിൽ ഗർഭനിരോധനം നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. എണ്ണം കുറച്ച് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയുകയാണ് ലക്ഷ്യം. സുപ്രീംകോടതിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച നിലപാട് സുപ്രീംകോടതിയെ അറിയിച്ചത്. പിടിയാനകളിൽ ഗർഭനിരോധന മരുന്ന് കുത്തിവയ്ക്കാമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 വർഷത്തെ കാലാവധിയുള്ള മരുന്നുകളാണ് കുത്തിവെക്കുക. ഈ 2 വർഷം ആനകൾക്ക് പ്രത്യുൽപാദനം നടത്താൻ കഴിയുകയില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മരുന്നാണ് ഇത് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. കാട്ടാനകളുടെ ശല്യം ഏറ്റവും രൂക്ഷമായ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ അനുവദിക്കണമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീംകോടതി അടുത്ത ആഴ്ച കേസ് പരിഗണിക്കും. മുസ്ലിമെന്ന് അധിക്ഷേപിച്ചും പാകിസ്ഥാനിലേക്ക് പോകാനാവശ്യപ്പെട്ടും ചാവക്കാട് സ്വദേശിയായ 19-കാരനെ മർദ്ദിച്ച മുംബൈ പോലീസിനെതിരെ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്ത്. നഗരത്തിലെ മാഹിമിൽ കഴിയുന്ന ചാവക്കാട് തിരുവത്തു വീട്ടിൽ പരേതനായ ബഷീറിന്റെ മകൻ ആസിഫിനാണ് ശനിയാഴ്ച പുലർച്ചെ ബാന്ദ്ര പോലീസിൽ നിന്ന് കൊടിയ മർദ്ദനമേറ്റത്. എല്ലുകൾ ഒടിയുകയും ദേഹമാസകലം പരിക്കേൽക്കുകയും ചെയ്ത ആസിഫ് ബാന്ദ്രയിലെ ബാബ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഡിവൈഎഫ്ഐ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, സമാജ്വാദി പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും ടീസ്റ്റ, സെറ്റിൽവാദ് അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി രംഗത്തുവന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ മുംബൈ പോലീസ് ജോയിന്റ് കമ്മീഷണർ ദേവൻ ഭാരതി DCP സത്യനാരായണൻ ചൌധരിക്ക് നിർദ്ദേശം നൽകി. വിഷയം വിവാദമായതോടെ പ്രശ്നമൊതുക്കാൻ ബാന്ദ്ര പോലീസ് ശ്രമിക്കുകയും ₹1,00,000 വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായി ബന്ധുക്കൾ ആരോപിച്ചു. ഇവർ വഴങ്ങാത്തതോടെ ആസിഫ് പോലീസിനെ മർദ്ദിച്ചെന്ന പേരിൽ ബാന്ദ്ര പോലീസ് കേസെടുക്കുകയാണ് ചെയ്തത്.
ഗൾഫ് വാർത്തകൾ. UAE വിശേഷങ്ങൾ. മധ്യ പൌരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സാങ്കേതിക മേളയായ ജൈറ്റെക്സ് ടെക്നോളജി വീക്കിന് ഇന്ന് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് മേള നടക്കുന്നത്. 35ാമത് എഡിഷനാണ് ഈ വർഷം നടക്കുന്ന മേള. കേരളത്തിലെ 33 IT കമ്പനി പ്രതിനിധികളും ജൈറ്റെക്സിനെത്തിയ സംഘത്തിലുണ്ട്. സംസ്ഥാന IT വകുപ്പ് സെക്രട്ടറി PH കുര്യൻ നേതൃത്വം നൽകുന്ന സംഘത്തിൽ തിരുവനന്തപുരം ടെക്നോ പാർക്ക് CEO ഗിരീഷ് ബാബു, കോഴിക്കോട് സൈബർ പാർക്ക് CEO R അജിത് കുമാർ തുടങ്ങിയവരും അംഗങ്ങളാണ്. ജൈറ്റെക്സ് ടെക്നോളജി വീക്കിൽ സൌജന്യമായി സ്മാർട്ട് ഗേറ്റ് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ ഈ മാസം 22 വരെ ഈ സേവനം ലഭ്യമാകുന്നതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായി കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ സംഭാഷണം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും സൌഹൃദവും ചർച്ചാ വിഷയമായത്. അബുദാബി നഗരത്തിൽ അതിനൂതന റോബോട്ടിക് പാർക്കിംഗ് സംവിധാനം നിലവിൽ വരുന്നു. ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിൾ എന്ന ഈ അമേരിക്കൻ സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കെട്ടിടങ്ങളിൽ പാർക്കിംഗ് ഒഴിവുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങളെ എത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. ഷിപ്പ് യാർഡുകളിലും കാർഗോ കേന്ദ്രങ്ങളിലും ഉപയോഗിക്കുന്ന യന്ത്രത്തിന് സമാനമായ രീതിയിലാണ് പാർക്കിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം അടുത്ത 6 മാസത്തിനുള്ളിൽ നടപ്പിൽ വരുത്തുക. RSC മുസഫ സെക്ടർ സാഹിത്യോത്സവ് സമാപിച്ചു. സാബിയ അൽദഫ്ര സ്കൂളിൽ നടന്ന സമാപന സംഗമം മുസ്തഫ ദാരിമി കാടങ്കോട് ഉദ്ഘാടനം ചെയ്തു. ഷാർജ മൈസലൂൺ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദ്രസയിൽ നടന്ന മൈസലൂൺ സെക്ടർ സാഹിത്യോത്സവ് 207 പോയിന്റ് നേടി ബുധീന യൂണിറ്റ് ജേതാക്കളായി. SOS മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഇരിങ്ങല്ലൂർ മജ്മു ജനറൽ സെക്രട്ടറിയുമായ PKM സഖാഫി ഇരിങ്ങല്ലൂർ UAE പര്യടനം നടത്തുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ധാർമ്മിക വീതികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തം പൂവനി തീർക്കാം. ധാർമ്മിക വീതികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തം പൂവനി തീർക്കാം. അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. വിളിക്കുതിഗന്ധം മുഴക്കയുറക്കെ ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ്. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. SSF. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച പ്രഭാഷണ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 2 ദിനങ്ങളിലായി കുറ്റ്യാടി സിറാജുൽ ഹുദ ക്യാമ്പസിൽ നടന്ന ക്യാമ്പിൽ വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 100ഓളം പ്രഭാഷകർ പങ്കെടുത്തു. SYS സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. CK റാഷിദ് ബുഖാരി അധ്യക്ഷത വഹിച്ചു. വിവിധ സെഷനുകൾക്ക് തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാഫി, CH റഹ്മത്തുള്ള സഖാഫി, NM സ്വാദിഖ് സഖാഫി, അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി, KEN കുഞ്ഞുമുഹമ്മദ്, ഡോക്ടർ KV തോമസ്, M അബ്ദുൽ മജീദ് നേതൃത്വം നൽകി. NV അബ്ദുറസാഖ് സഖാഫി, K സൈനുദ്ദീൻ സഖാഫി, മുഹമ്മദ് അലി കിനാലു, CK റാഷിദ് ബുഖാരി പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പ് നയനിലപാടുകൾ ചർച്ച ചെയ്യുന്നതിനും പുനഃസംഘടനാ പ്രവർത്തനങ്ങൾക്ക് അന്തിമരൂപം നൽകുന്നതിനുമായി കാസർകോട് ജില്ലയിലെ 12 സോൺ കേന്ദ്രങ്ങളിൽ ഇലക്ഷൻ ശില്പശാലകൾ നടത്താൻ ജില്ലാ SYS ഇലക്ഷൻ ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. ഈ മാസം 30-നകം നടക്കുന്ന ശില്പശാലയ്ക്ക് സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾ നേതൃത്വം നൽകും.
യൂണിറ്റ് പുനഃസംഘടനയ്ക്കാവശ്യമായ ഫോറങ്ങളും മെമ്പർഷിപ്പ് രജിസ്റ്ററുകളും ശില്പശാലയിൽ വിതരണം ചെയ്യും. ഇലക്ഷൻ ശില്പശാലയിൽ സോൺ, സർക്കിൾ ഇഡിമാരും യൂണിറ്റ് ഇഡി ചീഫുമാരുമാണ് സംബന്ധിക്കുക. യൂണിറ്റ് പുനഃസംഘടന നവംബർ 1 മുതൽ 30 വരെയും സർക്കിൾ പുനഃസംഘടന ഡിസംബർ 1 മുതൽ 20 വരെയും സോൺ ജനുവരി 5-നകവും നടക്കും. മേൽഘടകം നിശ്ചയിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് പുനഃസംഘടന നടക്കുക. കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി രൂപീകരണവും ഇതോടൊപ്പം നടക്കും. മുഴുവൻ യൂണിറ്റ് സർക്കിൾ റിട്ടേണിംഗ് ഓഫീസർമാർക്കും ഈ മാസം 30-നകം 2 കേന്ദ്രങ്ങളിലായി ജില്ലാ ഇഡി പരിശീലനം നൽകും. ജില്ലയിൽ 430 യൂണിറ്റുകളിൽ 50% വർധനയോടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി. യൂണിറ്റ് ഫോറവും ഫീസും ജില്ലാ ഇഡി ശേഖരിച്ച് സംസ്ഥാന സമിതിക്ക് കൈമാറി. ഈ മാസം 30-നകം സംസ്ഥാന കമ്മിറ്റി സൂക്ഷ്മ പരിശോധന നടത്തി നവംബറിൽ മെമ്പർഷിപ്പ് കാർഡ് വിതരണം ചെയ്യും. ജില്ലാ ഇഡി യോഗത്തിൽ ചെയർമാൻ ഹമീദ് മൗലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചീഫ് ബഷീർ പുളിക്കൂർ, അഷ്റഫ് കരിപ്പൊടി, വാഹിദ് സഖാഫി, കന്തൽ സുഫി മദനി തുടങ്ങിയവർ സംബന്ധിച്ചു. ICF കുവൈത്ത് നാഷണൽ കമ്മിറ്റി ഹുബ്ബുർ റസൂൽ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നു. 2016 ജനുവരി 1 വെള്ളിയാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, സുന്നി ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. കുവൈത്തിലും ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള പണ്ഡിത പ്രതിനിധികളും നേതാക്കളും പങ്കെടുക്കും. ഇതു സംബന്ധമായി പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ അലവി സഖാഫി തെഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പ്രവാചക സ്നേഹം പ്രമാണങ്ങളിൽ എന്ന വിഷയത്തിൽ ബഷീർ ഫൈസി വണ്ണക്കോട് ക്ലാസ് നടത്തി. അബ്ദുള്ള വടകര സമ്മേളന പദ്ധതി അവതരിപ്പിച്ചു. സമ്മേളന നടത്തിപ്പിനായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, സയ്യിദ് സൈദലവി തങ്ങൾ സഖാഫി, സയ്യിദ് അബ്ദുള്ള ബുഖാരി എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളും അബ്ദുൽ ഹക്കീം ദാരിമി ചെയർമാനും അഹമ്മദ് കെ മണിയൂർ ജനറൽ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. വിശുദ്ധമായ മുഹറം മാസത്തെ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് മലപ്പുറം സ്വലാത്ത് നഗറിൽ മഅദിൻ അക്കാദമി സംഘടിപ്പിക്കുന്ന മുഹറം ആത്മീയ സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. ഇസ്ലാമിക ചരിത്രപരമായി ഏറ്റവും കൂടുതൽ സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമായതിനാൽ മുഹറം ആചരണങ്ങൾ മുസ്ലിം ലോകം എമ്പാടും വിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ മാസത്തിന്റെയും ദിവസങ്ങളുടെയും പുണ്യം നേടാനെത്തുന്ന വിശ്വാസികളുടെ മുൻവർഷങ്ങളിലെ ബാഹുല്യം മനസ്സിലാക്കി ഈ വർഷം കൂടുതൽ സൌകര്യങ്ങളാണ് മഅദിൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത്തവണ ഗ്രാൻഡ് മസ്ജിദിന് പുറമെ പന്തൽ സൌകര്യം ഉൾപ്പെടെ വിവിധങ്ങളായ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. 400,000 പേർക്കുള്ള ഇഫ്താറാണ് സംവിധാനിക്കുന്നത്. മുഹറം 10 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ വൈകുന്നേരം നോമ്പുതുറ വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ 10,000 സംഗമിക്കും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ അൽ-കഹ്ഫ് പാരായണം, സ്വലാത്ത്, മുഹറം 10 പ്രത്യേകമായ ദിക്റുകൾ, പ്രാർത്ഥനകൾ, മുഹറം മാസത്തിന്റെ ചരിത്ര സന്ദേശ പ്രഭാഷണം, തബറുക്ക് വിതരണം, സമൂഹ നോമ്പുതുറ എന്നീ ആത്മീയ ചടങ്ങുകളാണ് നടക്കുക. പ്രാർത്ഥനകൾക്കും മജ്ലിസുകൾക്കും മഅദിന് ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ സാന്നിധ്യത്തിൽ പ്രമുഖ സാദാത്തുക്കൾ, പണ്ഡിതർ നേതൃത്വം നൽകും. ആശുറ സംഗമത്തിനു പുറമെ പ്രവാചക പൌത്രൻ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, കവരത്തി സയ്യിദ് മുഹമ്മദ് കാസിം വലുല്ലാഹി എന്നിവരുടെ ആണ്ട് നേർച്ചയും പ്രസ്തുത പരിപാടിയിൽ നടക്കുന്നുണ്ട്. മുഹറം 9 രാവിലെ 9 മുതൽ 12 വരെ വനിതകൾക്കായി പഠന ക്ലാസും പ്രാർത്ഥനാ മജ്ലിസും സംഘടിപ്പിക്കും. ഇന്നലെ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന മുഹറം ചരിത്ര വിശേഷം എന്ന വിഷയം സ്കൂൾ ഓഫ് ഖുർആൻ ഡയറക്ടർ അബൂബക്കർ സഖാഫി അരീക്കോട് അവതരിപ്പിച്ചു. ഹിജ്റയുടെ സന്ദേശം എന്ന ശീർഷകത്തിൽ അബ്ദുൽ ജലീൽ സഖാഫി പ്രഭാഷണം നടത്തി. സുന്നി കേരളത്തെ ദുഃഖത്തിലാഴ്ത്തി ചിറക് വിടർത്തും മുമ്പേ ഹബീബ് നൂറാനി വിട പറഞ്ഞു. പൂനൂർ മദീനത്തുന്നൂർ വിദ്യാർത്ഥിയായിരുന്ന മലപ്പുറം പള്ളിക്കുന്ന് സ്വദേശി ഹബീബ് നൂറാനിയാണ് ഇന്നലെ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യാത്രയായത്. 24 വയസ്സായിരുന്നു. ഗ്രാഫിക് ഡിസൈനിംഗ്, ബുർദ, മീഡിയ തുടങ്ങി നിരവധി പ്രതിഭാത്വമുള്ള ഹബീബ് നൂറാനി പൂനൂർ മദീനത്തുന്നൂറിൽ പഠനം പൂർത്തിയാക്കി ഡൽഹിയിലെ മാസ് മീഡിയ പഠനം നടത്തുകയായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ ഡൽഹിയിലെ ദേവാ മേഖലകളിലെയും സാഹിത്യോത്സവ് മേഖലകളിലെയും നിറസാന്നിധ്യമായിരുന്നു ഹബീബ് നൂറാനി. അബ്ദുള്ളയാണ് പിതാവ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനകളിൽ ഗർഭനിരോധനം നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ജമ്മു കാശ്മീരിൽ പശുവിനെ കൊന്നുവെന്നാരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. BCCI ആസ്ഥാനത്തേക്ക് ശിവസേന പ്രതിഷേധം. PCBയുമായുള്ള ചർച്ച റദ്ദാക്കി. ഫേസ്ബുക്കിലൂടെ വിവാദ പരാമർശം നടത്തിയ ചെറിയാൻ ഫിലിപ്പ് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരുവ് നായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ നടപടി ഉറപ്പ് DGP TP സെൻകുമാർ. തന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് തന്നെയാണെന്നും മാപ്പ് പറയില്ലെന്നും ചെറിയാൻ ഫിലിപ്പ്. ഗോവധ നിരോധനം വേണ്ടെന്ന് BJP സംസ്ഥാന നേതൃത്വം.
കുവൈത്തിൽ പുതുചരിത്രം രചിച്ച് ICF ഹുബുർ റസൂൽ സമ്മേളനം ജനുവരി 1-ന്. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കലാലയം പ്രഭാഷണ പരിശീലന ക്യാമ്പ് സമാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ 12 കേന്ദ്രങ്ങളിൽ SYS ഇലക്ഷൻ ശില്പശാല തിരഞ്ഞെടുപ്പ് നയനിലപാടുകൾ ചർച്ചയാകും. മുഹറം സമ്മേളനം മലപ്പുറം സ്വലാത്ത് നഗറിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.